നമസ്കാരം. ഈ അടുത്ത് വിവിധ OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്ത വ്യത്യസ്ത ഭാഷകളിൽ നിന്ന് വന്ന ചിത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിഗണിക്കുന്നത്. ഷോർട്ട് റിവ്യൂ എന്ന നിലയിലാണ് ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് തമിഴ്, ഹിന്ദി, തെലുഗു ഭാഷകളിൽ നിന്ന് വന്നിട്ടുള്ളവ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിഗണിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. ഡിയർ, രണം അരം തവരേൽ, ഇടി മിന്നൽ കാതൽ, യാവരും വല്ലവരെ, ഭീമ, ഓൾ ഇന്ത്യ റാങ്ക്, ലാപ്പത്ത ലേഡീസ്, അമർ സിംഗ് ചംകില, യാത്ര 2 എന്നിവയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിഗണിക്കുന്ന ചിത്രങ്ങൾ. ഈ ദിവസങ്ങൾക്കിടയിൽ തെലുഗുവിൽ ഈ വർഷം വലിയ ഹിറ്റായ തില്ലു സ്ക്വയർ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗമായ DJ തില്ലു ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം ഞാനിതുവരെ കണ്ടിട്ടുമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ നമുക്കിനി ഓരോ സിനിമകളിലേക്ക് പോകാം അല്ലേ. ഡിയർ, ഈ ആഴ്ചത്തെ GV പ്രകാശ് കുമാർ സംഭവം നമ്മൾ മുന്നേ പറഞ്ഞതാണ് എങ്കിലും വീണ്ടും പറയേണ്ടതായതുകൊണ്ട് പറയുന്നു. GV പ്രകാശ് കുമാർ വീണ്ടും GV പ്രകാശ് കുമാറായി തന്നെ സ്ക്രീനിൽ വരുന്ന, അദ്ദേഹത്തിൻ്റെ ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ വന്ന ഒരു ചിത്രം എന്ന രീതിയിൽ നമുക്ക് ഡിയറിനെ പറയാം. പശ്ചാത്തലം മാറിയത് കൊണ്ട് മാത്രം സിനിമ നല്ലതാവണമെന്നില്ല എന്ന ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടെ ഈ ചിത്രത്തിലൂടെ നമുക്ക് അനുഭവിക്കാനും സാധിക്കും. ആനന്ദ് രവീന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഐശ്വര്യ രാജേഷ്, തലൈവാസൽ വിജയ്, ഇളവരസു, കാളി വെങ്കട്ട്, രോഹിണി തുടങ്ങിയവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ദീപിക, അർജുൻ എന്നിവരാണ് നായിക നായകന്മാർ. കുഞ്ഞിന് പേരിടുന്ന പോലെയാണ് ഇപ്പോൾ സിനിമയ്ക്ക് പേരിടുന്നതെന്ന് തോന്നുന്നു. ദീപികയുടെ DE, അർജുൻ്റെ AR, സിനിമയുടെ പേര് DEAR, വേണമെങ്കിൽ ഡിയർ എന്നുകൂടെ പറയാം. ആ ബ്രില്യൻസിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, പശ്ചാത്തലത്തിലേക്ക് വരാം. അർജുൻ ഒരു ചാനലിൽ ജോലി ചെയ്യുന്നു. ദിവസവും മിനിമം 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നത് നിർബന്ധം. മാത്രമല്ല, ഉറക്കത്തിനിടയിൽ ചെറിയ ശബ്ദം കേട്ടാലും ഉറക്കം പോകും. നായിക ദീപിക ഉറക്കത്തിനിടയിൽ കൂർക്കം വലിക്കും. പെണ്ണ് കാണാൻ വരുന്നവരോടൊക്കെ ഇത് തുറന്നു പറയും എന്നതോടെ കല്യാണമൊന്നും നടക്കുന്നില്ല. അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു ഘട്ടത്തിൽ അർജുനും ദീപികയും വിവാഹിതരാകുന്നു. ഇവർക്ക് പരസ്പരം എത്രത്തോളം അറിഞ്ഞ ശേഷമാണ് കല്യാണം നടന്നതെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കാം. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. തുടർ സംഭവങ്ങളും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പേരിൽ ഡിയർ ഉണ്ട് എങ്കിലും സിനിമ ഒരു ഘട്ടത്തിൽ പോലും ഡിയർ ആകുന്നില്ല. പിന്നെ ഈ പശ്ചാത്തലം കേട്ടാൽ തീർച്ചയായും തമിഴിൽ തന്നെ വന്ന ഗുഡ് നൈറ്റ് എന്ന സിനിമ ഓർമ്മ വന്നാലും തെറ്റില്ല. ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ പശ്ചാത്തലം പറയുന്ന സമയത്ത് ഗുഡ് നൈറ്റ് ഓർമ്മ വരും. പക്ഷേ പടം നോക്കിയാൽ അത് വേ ഇത് റേ. കമ്പാരിസണൊക്കെ പോട്ടെ, തിരഞ്ഞെടുത്ത വിഷയത്തെ അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടെ സംസാരിക്കാൻ പോലും തയ്യാറാകാതെ കുടുംബം എന്ന കൺസെപ്റ്റിലേക്ക് ചേർക്കാൻ സംവിധായകൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുക. ഗുഡ് നൈറ്റ് സിനിമ ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും ഇവിടെ വിഷയത്തിൻ്റെ സാധ്യതകൾ ഏറെ ഉണ്ടായിരുന്നു. അവിടെയും ഈ അർജുൻ എന്ന കഥാപാത്രത്തെ കാര്യമായി ഫോക്കസ് ചെയ്യുന്നു. പലപ്പോഴും ദീപിക എന്ന കഥാപാത്രം ഔട്ടാവുന്നു. പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ കുടുംബം എന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് എന്ന കൺസെപ്റ്റിലേക്ക് ചേർത്ത് വയ്ക്കാനുള്ള കിണഞ്ഞ പരിശ്രമം. അതിനായി ഇതിലെ കുടുംബ കഥാപാത്രങ്ങളെല്ലാം തന്നെ പരിശ്രമിക്കുമ്പോൾ മേക്കിംഗ് സീരിയൽ നിലവാരത്തിലും താണു പോകുന്നുണ്ട്. പ്രകടനത്തിലേക്ക് വന്നാലും ഐശ്വര്യ രാജേഷിന് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് തിരക്കഥ ആ കഥാപാത്രത്തെ പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രകടനം നമുക്ക് അങ്ങനെ കാര്യമായിട്ട് കാണാനൊന്നും പറ്റില്ല. ആകെ ആശ്വാസം, പാട്ടുകൾ കൊള്ളാമായിരുന്നു. ആ കാര്യത്തിൽ GV പ്രകാശ് കുമാർ കൊള്ളാം. ഏപ്രിൽ 11 തിയേറ്റർ റിലീസായ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഡിയർ ആവുമോ ഇല്ലയോ എന്നത് കണ്ടറിയാം. അപ്പോൾ ഞാൻ ഇനി അടുത്ത പടത്തിലേക്ക് പോട്ടെ. രണം അരം തവരേൽ തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്നു. വൈഭവ്, നന്ദിത ശ്വേത, തന്യ ഹോപ്പ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ഷെരീഫാണ്. ചെന്നൈയിലെ പല സ്ഥലങ്ങളിലായി കുറച്ച് ഹാർഡ്ബോർഡ് ബോക്സുകൾ കാണപ്പെടുന്നു. തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളാണ് കാണാൻ പറ്റുന്നത്. തീർച്ചയായും ഇതാരാണ് ചെയ്തതെന്നറിയണം, എന്തിനാണ് ചെയ്തതെന്നറിയണം, ഇത് ആരുടെ ശരീരഭാഗമാണെന്നറിയണം. അന്വേഷണ ഉദ്യോഗസ്ഥർ വരുന്നു, അന്വേഷണം മുന്നോട്ട് പോകുന്നു. അപ്പോൾ പുതിയ പ്രതിസന്ധികളൊക്കെ വരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളുടെ സ്ഥിരം പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ചിത്രവും മുന്നോട്ട് പോകുന്നത്. ഓവറോൾ ഒരു ഓക്കെ ഫീലായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം എന്നത് തുടക്കത്തിൽ കൊണ്ടുവരുന്ന ക്യൂരിയോസിറ്റി നിലനിർത്തി തന്നെ കഥ മുന്നോട്ട് പോകാൻ ഇവിടെ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ്. മേക്കിംഗ് അത്ര മികവിലെത്തിയില്ല എന്ന് തന്നെയാണ് തോന്നിയത്. പ്രകടനമൊക്കെ സിനിമയിൽ കൊള്ളാമായിരുന്നു. പിന്നെ നായകൻ്റെ കഴിവൊക്കെ നോക്കിയാൽ പലയിടത്തും അത് ലോജിക്കോടെ പരിഗണിക്കുന്നില്ല എന്നുകൂടെ പറയേണ്ടി വരും. ഫ്ലാഷ് ബാക്ക് എത്തുമ്പോഴേക്കും ഒട്ടും ഇമ്പാക്റ്റ് ഇല്ലാതെ പോകുന്ന സാഹചര്യം കൂടെയായിരുന്നു. മോശം സിനിമ എന്നല്ല, സമയവും സാഹചര്യവും ധാരാളമുണ്ടെങ്കിൽ ഒന്ന് പരിഗണിക്കാമെന്ന് മാത്രം. ഇടി മിന്നൽ കാതൽ തമിഴിൽ സ്ട്രീം ചെയ്യുന്ന ചിത്രം ബാലാജി മാധവനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. കുറച്ച് പേരുടെ ജീവിതങ്ങളെ പാരലായിട്ട് പറയുകയും പിന്നീട് അതിനെ കണക്ട് ചെയ്ത് കഥ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം. കഥ പറച്ചിലിൻ്റെ ഈ രീതിയിലുള്ള സിനിമകൾ തമിഴിൽ തന്നെ കുറേ കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാകാം എന്ന പ്രതീക്ഷ എവിടെയോ നൽകുന്നുണ്ട് തുടക്കത്തിൽ എന്നുള്ളത് വസ്തുതയാണ്. പല വഴികളിലൂടെ പോകുന്നുണ്ട്, വീണ്ടും കഥാപാത്രങ്ങൾ വരുന്നുണ്ട് എങ്കിലും നന്മയുള്ള ലോകമേ എന്ന വരികൾ മനസ്സിൽ നിന്നും പോകാത്തത് കൊണ്ടാണോ എന്നറിയില്ല. സിനിമയിലെ പ്രധാന സംഭവങ്ങൾ മിക്കതും പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്നതൊരു പ്രശ്നം തന്നെയാണ്. ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ്, പക്ഷേ
നായകൻ വൈകാതെ US പോകാൻ നിൽക്കുന്നതുകൊണ്ട് അവർ ഈ കേസിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഒരു പ്രധാന ട്രാക്ക് ഇതാണ്. നായകൻ്റെ കൂടെ വരുന്ന മറ്റ് കഥാപാത്രങ്ങളുമുണ്ട്. വീട്ടിൽ നിന്ന് പോയ അച്ഛൻ ഇതുവരെ തിരിച്ചു വരാത്തതിനാൽ കാത്തിരിക്കുന്ന ഒരു മകൻ കഥാപാത്രം. അവനാണെങ്കിൽ ഈ ലോകത്ത് അച്ഛൻ മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. അവർ താമസിക്കുന്നതിനടുത്ത് താമസിക്കുന്ന ഒരു സെക്സ് വർക്കർ. ഈ കഥാപാത്രങ്ങളിലൂടെ അവർ നേരിടുന്ന പ്രതിസന്ധികളിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കുറച്ച് വൈകാതെ അരുൾ പാണ്ഡ്യൻ എന്നൊരു സ്ട്രോങ് കഥാപാത്രം കൂടെ വരുന്നു. ഇൻട്രസ്റ്റിംഗ് പശ്ചാത്തലത്തിൽ തുടങ്ങുന്നുവെങ്കിലും മുന്നേ ഈ ടൈപ്പ് സിനിമകളിലൊക്കെ കണ്ട അതേ വഴി തന്നെയാണ് ഇവിടെയും തിരഞ്ഞെടുക്കുന്നത്. നോവൽറ്റി എന്നത് എവിടെയും കാണാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് സിനിമയുടെ പ്രധാന പ്രശ്നമായിട്ട് തോന്നിയതും. കഥാപാത്രങ്ങൾക്കൊന്നും ഒരു ഡെപ്തും ഫീൽ ചെയ്യുന്നില്ല. സാഹചര്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ മിക്ക കഥാപാത്രങ്ങളോടും ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് തോന്നേണ്ടതാണ്. പക്ഷേ സിനിമ മൊത്തത്തിൽ അതൊന്നും സമ്മാനിക്കുന്നില്ല. പിന്നെ മെസ്സേജ് എന്ന നിലയിലൊക്കെ അവസാനം ചിലതൊക്കെ കൊണ്ടുവരാൻ സംവിധായകൻ ശ്രമിക്കുന്നുണ്ട്. കഥാപരമായി നോക്കിയാൽ അത് രസമുള്ള പരിപാടിയാണെന്ന് പറയാം. പക്ഷേ അവതരണത്തിലെ പാളിച്ച കൊണ്ട് ആ സംഭവം മൊത്തത്തിൽ ഫ്ലാറ്റായി പോവുകയാണ് ഉണ്ടായത്. പ്രകടനത്തിലും മികച്ചത് എന്നൊരു ഫീലൊന്നും ആരും സമ്മാനിച്ചില്ല. വില്ലൻ കഥാപാത്രമൊക്കെ മൊത്തത്തിൽ കട്ട ശോകമായിരുന്നു. ഒരു പോസിറ്റീവ് എന്ന് പറയാവുന്നത് യാസ്മിൻ പൊന്നപ്പ അവതരിപ്പിച്ച അഞ്ജലി എന്ന സെക്സ് വർക്കർ കഥാപാത്രമാണ്. മൊത്തത്തിൽ ആ കഥാപാത്രത്തെ ഒരു പ്രോഗ്രസീവ് മൈൻഡോടുകൂടെ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, കുറച്ചെങ്കിലും പ്രേക്ഷകനുമായിട്ട് കണക്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സിനിമ അവശേഷിപ്പിക്കുന്ന ഒരേ ഒരു കാര്യവും ഇത് മാത്രമാണ്. മൊത്തത്തിൽ നിരാശപ്പെടുത്തിയ ഒരു അനുഭവമാണ് ഈ ചിത്രം സമ്മാനിച്ചത്. യാവരും വല്ലവരെ തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ആഹാ തമിഴിൽ സ്ട്രീം ചെയ്യുന്ന തമിഴ് ചിത്രം. ഒന്നിലധികം കഥകളിലൂടെ പാരലായി പോവുകയും പിന്നെ ഇതൊക്കെയും കണക്ട് ചെയ്യുന്നതുമായ ഒരു രീതി തന്നെയാണ് ഈ സിനിമയിലും നമുക്ക് കാണാൻ സാധിക്കുക. ഒരു രാത്രി തുടങ്ങി പിറ്റേ ദിവസം വരെയുള്ള സംഭവങ്ങളെയാണ് പ്രാധാന്യത്തോടെ കൊണ്ടുവരുന്നത്. സമുദ്രക്കനെ അവതരിപ്പിക്കുന്ന കൃഷ്ണൻ എന്ന കഥാപാത്രം ജയിൽ ശിക്ഷ കഴിഞ്ഞ് തിരിച്ച് വരുന്നൊരു സാഹചര്യം. അയാളെ അന്ന് തന്നെ കൊല്ലാൻ തയ്യാറെടുക്കുന്ന കുറച്ച് പേര്. ആ നാട്ടിലെ ഒരു പട്ടാളക്കാരൻ മരണപ്പെട്ട ദിവസം കൂടിയായിരുന്നു അന്ന്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. തൻ്റെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടാൻ തയ്യാറായി നിൽക്കുന്ന വലിയ സമ്പത്തുള്ള വീട്ടിലെ ഒരു പെൺകുട്ടി. സിനിമാ പിടുത്തമെന്ന് പറഞ്ഞ് മോഷണത്തിന് തയ്യാറെടുക്കുന്ന 2 പേര്. ഇതൊക്കെയാണ് സിനിമയിലെ പാരലൽ ട്രാക്കുകളായിട്ട് ഇങ്ങനെ പോകുന്നത്. വിജയ് സേതുപതി ശബ്ദ സാന്നിധ്യമായിട്ട് ചിത്രത്തിലുണ്ട്. സമുദ്രക്കനിയുടെ പ്രകടനം ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനപ്പുറം തീർത്തും നിരാശപ്പെടുത്തിയ സിനിമ എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാഴ്ചയാണിത്. ഇതുപോലുള്ള കഥകൾ, നറേഷൻ സ്റ്റൈലൊക്കെ നമ്മൾ മുന്നേ ഏറെ കണ്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ചിത്രത്തിൻ്റെ ഗ്രാഫ് തീർത്തും താഴേക്ക് തന്നെയാണ്. ഒരു ത്രിൽ എന്നത് എവിടെയും സമ്മാനിക്കാൻ പറ്റുന്നുമില്ല. അതിൻ്റെ ഇടയിൽ അസ്ഥാന കോമഡികൾ കൂടെ ആകുമ്പോൾ വധം പൂർണ്ണം. യാവരും വല്ലവരെ എന്നതിൻ്റെ അർത്ഥം എവരി വൺ ഈസ് പവർഫുൾ എന്നാണ്. സമയം ലാഭിച്ചവർ സന്തോഷവാന്മാർ, അവർ കൂടുതൽ കരുത്തുള്ളവരായി മാറട്ടെ. അടുത്തത് ഭീമ. ഹർഷ സംവിധാനം ചെയ്ത തെലുഗു ചിത്രം ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്ന ഭീമയിൽ നായക വേഷത്തിലെത്തുന്നത് ഗോപിചന്ദാണ്. ഫാൻറ്റസി ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ഭീമ. മലയാളം ഡബ്ബ് കൂടെ ലഭ്യമാണ്. മഹേന്ദ്രഗിരി എന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി എത്തുന്ന SI ഭീമ. സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇനി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഗുണ്ടകളും പിന്നെയും ഗുണ്ടകളും ചേർന്ന് ഭരിക്കുന്ന ഒരു നാട്. സാധാരണക്കാരുടെ അവസ്ഥ കഷ്ടമായിരിക്കുമെന്നത് ഇനി പ്രത്യേകിച്ച് ഞാനിങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നായകൻ വരുമ്പോൾ കളികൾ മാറുമെന്നതും ഉറപ്പല്ലേ. അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഫാൻറ്റസി ത്രില്ലറൊക്കെ ആയതുകൊണ്ട് കിടുക്കാച്ചി ട്വിസ്റ്റ് എന്ന പേരിൽ കുറച്ച് പരിപാടികളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്രിഞ്ച് ഫെസ്റ്റായിരുന്നു. സാധാരണ പോലീസുകാർ വന്നുകൊണ്ടിരുന്നത് പോലീസ് വാഹനത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ പോത്തിൻ്റെ പുറത്തിരുന്നാണ് തുടങ്ങിയ വ്യത്യസ്തതകളുണ്ട്. ആക്ഷൻ രംഗങ്ങൾ സിനിമയിൽ അത്യാവശ്യം വെടിപ്പായി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാം. തുടക്കത്തിൽ ഭവാനി എന്ന കഥാപാത്രത്തിൻ്റെ അടുത്ത് പോയുള്ള ചളിയുടെയൊക്കെ കണ്ട ശേഷം ഇത് കാണാമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ പാടായി എന്നേ ഇത് കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറയാനുള്ളൂ. അവരുടെ കാശ് അവരിങ്ങനെ പൊട്ടിക്കുന്നു. നമ്മളുടെ സമയം നമ്മൾ എങ്ങനെ ചെലവഴിക്കണമെന്നത് നമ്മുടെ തീരുമാനം. തീർത്തും നിരാശപ്പെടുത്തിയ, കാശ് നല്ലോണം ചെലവാക്കിയ ഒരു വലിയ ഗുണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നു. വരുൺ ഗ്രോവറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. 90കളുടെ അവസാനമാണ് ചിത്രത്തിൽ സംസാരിക്കുന്നത്. രക്ഷിതാക്കൾ സ്വപ്നം കാണുന്നു. മകൻ IIT പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മകൻ വിവേകിനെ കോട്ടയിൽ എൻട്രൻസ് കോച്ചിങ്ങിന് വിടുന്നു. ഇതാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. പിന്നീട് അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് പറയുന്നത്. ഈ പശ്ചാത്തലം പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് കോട്ട ഫാക്ടറി എന്ന സീരീസാണ്. അതൊരു കിടിലൻ വർക്ക് തന്നെയായിരുന്നു. എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെയും ചിത്രങ്ങൾ വന്നിട്ടുണ്ട് ഹിന്ദിയിൽ തന്നെ. ഓൾ ഇന്ത്യ റാങ്കിൽ എത്തുമ്പോൾ മികച്ച ഒരു കാഴ്ചയായിട്ട് അനുഭവപ്പെട്ടില്ല. അതിൻ്റെ പ്രധാന കാരണമായിട്ട് തോന്നിയത് നമുക്ക് പരിചിതമായ ഒരു സ്പേസിലേക്ക് തന്നെയാണ് ഈ കഥയും വരുന്നത്. പ്രകടനത്തിലെല്ലാവരും കിട്ടലായിരുന്നു. സിനിമ മൊത്തത്തിൽ കാണാൻ പ്രേരിപ്പിക്കുന്നതിൽ പ്രകടനം തന്നെയാണ് അതിൻ്റെ പ്രധാന ഫാക്ടറായിട്ട് വന്നിട്ടുള്ളതും. വിവേക് എന്ന കഥാപാത്രത്തിൻ്റെ രക്ഷിതാക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും നല്ല രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. വിവേകിൻ്റെ അമ്മ കഥാപാത്രമായി വരുന്ന സബ്പ്ലോട്ടും സിനിമയിൽ കൊള്ളാമായിരുന്നു. ഓവറോൾ വാച്ചബിൾ സിനിമ എന്ന നിലയിൽ അനുഭവപ്പെട്ടുള്ളൂ. രസമുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ അതെല്ലാം സ്കാറ്റേഡായി തന്നെ നിൽക്കുന്നു. സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ വേണമെങ്കിലൊന്ന് പരിഗണിക്കാമെന്ന് മാത്രം. ലാപ്പത്ത ലേഡീസ് തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന ഹിന്ദി ചിത്രം.
കിരൺ റാവു സംവിധാനം ചെയ്ത ചിത്രം 2001 പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. ദീപക് വിവാഹം കഴിഞ്ഞ് ഭാര്യയും കൂട്ടി തൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്നു. വളരെ തിരക്കുള്ളൊരു ട്രെയിനിൽ കയറി. ട്രെയിനിൽ ഇതുപോലെ വിവാഹം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് പോകുന്ന ഏറെ പേരുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ മുഖം മറച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പാടാണ് എന്നുള്ളത്. ബാക്കി എന്തായാലും ഞാൻ പറയുന്നില്ല. തീർച്ചയായും കാണേണ്ടുന്ന ഒരു സിനിമ തന്നെയാണ്. ചിരിക്കൊപ്പം ചിന്തകളും സമ്മാനിക്കുന്ന ഒരു ഗംഭീര ചിത്രം. ആ സ്ഥലത്തേക്ക്, അവിടുത്തെ കഥാപാത്രങ്ങളിലേക്ക് നമുക്കും ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന രീതിയിലാണ് മേക്കിംഗ് വന്നിരിക്കുന്നതും. ഗംഭീരമായ തിരക്കഥയും മേക്കിങ്ങും പ്രകടനത്തിലും എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. കണ്ടാൽ നഷ്ടമാവില്ല. ഈ വർഷത്തെ മികച്ച കാഴ്ചകളിലൊന്നിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റിയ സിനിമ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നു. അമർ സിംഗ് ചംകീല ഹിന്ദിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ബയോഗ്രാഫിക്കൽ ഡ്രാമ. ഇംതിയാസ് അലി സംവിധാന ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. AR റഹ്മാൻ സംഗീതം കൈകാര്യ ചിത്രത്തിൽ ദിൽജിത്ത്, പരിണിതി ചോപ്ര എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരാളെക്കുറിച്ച് തന്നെ അറിയുന്നത് എന്നാണ് ആദ്യത്തെ കാര്യം. സംഭവബഹുലമായ ഒരു ജീവിതം, അത് അതേ ഇൻറ്റൻസിറ്റിയിൽ തന്നെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഗംഭീരമായൊരു ചിത്രം. പഞ്ചാബിലെ വലിയ ഒരു കലാകാരൻ, ഏറ്റവും കൂടുതൽ കാസറ്റുകൾ വിറ്റ് കഴിഞ്ഞുള്ള റെക്കോർഡുള്ള ഒരു വ്യക്തി, അശ്ലീല ചുവയുള്ള വരികൾ എന്നതിൻ്റെ പേരിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് ഇന്നത്തെ കാലത്ത് കുറേ കൂടെ പ്രസക്തമാവുന്ന ജീവിതം കൂടിയാണ്. കണ്ടില്ലെങ്കിൽ തീർച്ചയായും കാണാം. റെക്കമെൻഡ് ചെയ്യുന്നു. ഇംതിയാസ് അലിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് കൂടെയാണ് ചിത്രം. പ്രകടനങ്ങളും സംഗീതവും ഗംഭീരം. യാത്ര 2 ഈ വർഷം തെലുഗുവിൽ റിലീസ് ചെയ്ത ചിത്രം. മഹിവി രാഘവ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജീവ, മമ്മൂട്ടി എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ആദ്യ ഭാഗം യാത്രയിൽ മമ്മൂട്ടിയായിരുന്നു നായക വേഷത്തിൽ. ആ സമയത്ത് കേരളത്തിലും ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാം ഭാഗത്തിൽ YS ജഗൻമോഹൻ റെഡ്ഡിയുടെ കഥയാണ് പ്രധാനമായിട്ടും സിനിമ പറയുന്നത്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനും പ്രാധാന്യമുണ്ട്. രണ്ടാം ഭാഗം കേരളത്തിൽ റിലീസ് ചെയ്തിരുന്നില്ല എന്നതുകൊണ്ട് കാണാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്നു. തെലുഗു ഒറിജിനൽ ഭാഷയിൽ മാത്രമേ ഉള്ളൂ. ഒന്നാം ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം അതിൻ്റെ ഒരു നറേഷൻ സ്റ്റൈൽ ഓർക്കുന്നുണ്ടാകും. ഇവിടെയും അതേ പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ ഡോക്യുമെൻ്ററി സ്റ്റൈൽ കുറെ കൂടെ കൂടി വരുന്നു എന്ന് മാത്രം. പൊളിറ്റിക്കൽ സ്റ്റോറി പറയുമ്പോഴും കൂടുതൽ ഇമോഷണലായി അവതരിപ്പിക്കാനുള്ള ശ്രമം കൂടെയാണ്. ജീവ നന്നായി തന്നെ ആ റോള് ചെയ്തിട്ടുമുണ്ട്. രാഷ്ട്രീയത്തിലെ മറ്റ് കഥാപാത്രങ്ങളായിട്ട് വരുന്നവരും കൊള്ളാം. മമ്മൂട്ടിയുടെ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും സിനിമയിലുടനീളം സാന്നിധ്യമുള്ളതുപോലെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കിങ്ങനെ കണ്ടിരിക്കാമെന്നല്ലാതെ ഒരു ഹൈ ഫീൽ, ആകാംക്ഷ എന്നൊന്നും എവിടെയും ഫീൽ ചെയ്യുന്നില്ല. ഡോക്യുമെൻ്ററി പോലെ തന്നെ പോകുന്നു പലപ്പോഴും. ആദ്യ ഭാഗം നന്നായി ഇഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ ഈ ചിത്രം വർക്കായേക്കാം. അപ്പോൾ ഈ പറഞ്ഞ സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതും അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.